മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. പടയണി എന്ന നാടൻ കലയെക്കുറിച്ചും അതിൻ്റെ പിന്നിലെ ഐതിഹ്യത്തെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി നോക്കൂ. പ്രകൃതിദത്തമായ വർണ്ണങ്ങൾ ചാലിച്ച് പച്ചപ്പാളയുടെ അകത്ത് ഓരോന്നിൻ്റെയും രൂപങ്ങൾ വരയുന്നു. പച്ച, വെള്ള എന്നീ 2 വർണ്ണങ്ങൾ പാളയിൽ തന്നെയുണ്ട്. മഞ്ഞ, ചുമപ്പ് തുടങ്ങിയ നിറങ്ങളും കരിനിറവും പാളയിൽ എടുത്തു നിൽക്കും. തോരണമായി കുരുത്തോല ഉപയോഗിക്കും. തലയിൽ എടുത്തുപൊക്കാൻ പറ്റാത്ത വലിയ കോലങ്ങളും ഉണ്ടാകും. ഏറ്റവും വലുത് 1000 പാളക്കോലമാണ്. ആരാധനാമൂർത്തികൾക്കൊപ്പം പരദേശി, പട്ടർ, അന്തോണി എന്ന വള്ളക്കാരൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ, അറബിക്കുതിരക്കോലം എന്നിവയും കാണും. കാക്കാരിശി നാടകത്തിലേതുപോലെ തമാശ ഉൾക്കൊള്ളുന്നവരാണ് പരദേശിയും അപ്പൂപ്പനും അമ്മൂമ്മയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ കോലങ്ങളാണ് പടയണിക്ക് കെട്ടാറുള്ളത് എന്ന് പറഞ്ഞിരുന്നു. ഇനി ആ കോലങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്, അതിൽ വർണ്ണങ്ങൾ ചാലിച്ച് എങ്ങനെയാണ് രൂപങ്ങൾ വരയ്ക്കുന്നത്, ഏതൊക്കെ നിറങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് ഇനി പറയുന്നത്. പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കൾ ചേർത്തുണ്ടാക്കിയ നിറങ്ങളിലാണ് കോലങ്ങൾ എഴുതുന്നത്. പച്ചപ്പാളയുടെ അകത്താണ് രൂപങ്ങൾ വരയുന്നത്. പച്ച, വെള്ള എന്നീ 2 വർണ്ണങ്ങൾ പാളയിൽ തന്നെയുണ്ട്. അതായത് പച്ചപ്പാളയാണ്, അപ്പോൾ അതിൽ പച്ച നിറം ഉണ്ടാവും. പിന്നെ പച്ചപ്പാളയുടെ അകംഭാഗം എന്താണ്, അകത്ത് വെള്ള നിറമാണ്. അപ്പോൾ ആ 2 നിറങ്ങൾ അതിൽ തന്നെയുണ്ട്. പിന്നെ മഞ്ഞ, ചുമപ്പ് തുടങ്ങിയ നിറങ്ങൾ വേണം. കരി നിറം വേണം. ഇതൊക്കെ പാളയിലിങ്ങനെ എടുത്ത് കാണിക്കുന്ന നിറങ്ങളാണ്. അപ്പം മഞ്ഞയ്ക്ക് വേണ്ടി പ്രകൃതിയിലുള്ളത് തന്നെയാണ്, മഞ്ഞൾപ്പൊടി ഉപയോഗിക്കും. മാത്രമല്ല ചുവപ്പ്, അതേപോലെ കരിനിറം, കറുത്ത നിറം ഇവയൊക്കെ ഉണ്ടാക്കാൻ പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന് തോരണമായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് ഈ തലയ്ക്കൊക്കെ കെട്ടിയതിൻ്റെ മേലെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും. അങ്ങനെ തോരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് കുരുത്തോലയാണ്. തലയിൽ എടുത്തു പൊക്കാൻ പറ്റാത്ത വലിയ കോലങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഇങ്ങനെ കെട്ടി ഉണ്ടാക്കുന്ന വലിയ കോലങ്ങൾ അത് പിന്നീട് എടുത്ത് തലയിൽ വെക്കണ്ടേ. അപ്പം പൊക്കാൻ പറ്റാത്ത അത്രയും വലിയ കോലങ്ങളൊക്കെ ഉണ്ടാവും. ഏറ്റവും വലിയ പാളക്കോലമാണ് 1000 പാളക്കോലം. അതായത് ഏറ്റവും വലുത് 1000 പാളക്കോലമാണ്. അതിൽ 1000ഓളം പാളകൾ ഉപയോഗിക്കുന്നുണ്ടാവും. അതുകൊണ്ടാവാം 1000 പാളക്കോലം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ആരാധനാമൂർത്തിക്കൊപ്പം, അതായത് ഇവരെ ആരാധിക്കുന്ന ഒരു മൂർത്തി ഉണ്ടാവും, കൂടാതെ വേറെയും കഥാപാത്രങ്ങളുണ്ടാവും. അന്തോണി എന്ന വള്ളക്കാരൻ, പിന്നെ അറബി കുതിരക്കോലം, പരദേശിയായ പട്ടർ എന്ന് പറഞ്ഞാൽ തമിഴ് ബ്രാഹ്മണൻ, അതുപോലെ അപ്പൂപ്പൻ, അമ്മൂമ്മ ഇവയൊക്കെ ഇതിലെ കഥാപാത്രങ്ങളായിട്ട് കൂടെയുണ്ടാവും. കാക്കാരിശി നാടകത്തിലേതുപോലെ തമാശ ഉൾക്കൊള്ളുന്നവരാണ് പരദേശിയും അപ്പൂപ്പനും അമ്മൂമ്മയും. കാക്കാരിശി നാടകം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ പ്രചാരത്തിലുള്ള ഒരു ഗ്രാമീണ കലയാണ് കാക്കാരിശി നാടകം. ഇതിൽ അഭിനയമുണ്ട്, സംഗീതമുണ്ട്, നൃത്തമുണ്ട്. മാത്രമല്ല തമാശ ഉൾക്കൊള്ളുന്ന ഒരു കല കൂടിയാണിത്. അപ്പോൾ കാക്കാരിശി നാടകത്തിലേതുപോലെ തമാശ ഉൾക്കൊള്ളുന്നവരാണ് പരദേശിയും അപ്പൂപ്പനും അമ്മൂമ്മയും. ഓരോ തമാശ കാണിച്ച് തമാശ പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കുന്നവരാണ് ഈ കഥാപാത്രങ്ങൾ. പാളയിൽ എഴുതിയ കോലങ്ങൾക്ക് വശ്യഭംഗി കൂടുതലാണ്. വശ്യം എന്ന് പറഞ്ഞാൽ ആകർഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന അത്രയും ഭംഗി കൂടുതലുള്ള കോലങ്ങളാണ് പാളയിൽ എഴുതിയത്. തപ്പ്, ചെണ്ട എന്നീ വാദ്യങ്ങൾ പ്രധാനമായും ഈ കലയ്ക്ക് ഉപയോഗിക്കുന്നത്. ഓരോ കോലവും ചിട്ടപ്പടിയുള്ള താളത്തിലിങ്ങനെ തുള്ളുന്നതിന് വേണ്ടിയിട്ടാണ് തപ്പ് കൊട്ടുന്നത്. പിന്നെ പിൻപാട്ടുകാരുണ്ടാവും. അവർ ഓരോന്നിനും പറ്റിയ പാട്ടുകൾ പാടുകയും ചെയ്യുന്നു. കളത്തിൽ തുള്ളുന്നതോടൊപ്പം കോലങ്ങൾ വീടുതോറും എഴുന്നള്ളിക്കുകയും ചെയ്യും. എവിടെയാണോ ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് അവിടെ തുള്ളുന്നതോടൊപ്പം ഈ കോലങ്ങൾ വീടുതോറും എഴുന്നള്ളിക്കും. ഹൈന്ദവ ആചാരത്തിൽ അന്തോണി എന്ന ക്രിസ്ത്യനും മുസ്ലിം വഴിയുള്ള അറബി കുതിരയും അന്ന് മറുനാടനായി കരുതിയിരുന്ന തമിഴ് ബ്രാഹ്മണനും എല്ലാം ഉൾപ്പെടുന്നത്
അന്നത്തെ സമുദായ സൗഹാർദ്ദത്തിൻ്റെ തെളിവാണ്. അതായത് ഹിന്ദുമത ആചാരപ്രകാരം നടക്കുന്ന ഒരു കലയാണ്, ഒരു അനുഷ്ഠാന കലയാണ് പടയണി. പക്ഷേ ഈ ആചാരത്തിൽ എന്തു വരുന്നുണ്ട്? അന്തോണി എന്ന ക്രിസ്ത്യൻ ഇതിലൊരു കഥാപാത്രമാണ് അല്ലേ. മുസ്ലിം വഴിയുള്ള അറബിക്കുതിര കഥാപാത്രമാണ്. മറുനാടനായിട്ട് അന്ന് കരുതിയിരുന്ന തമിഴ് ബ്രാഹ്മണർ, അതായത് തമിഴ് ബ്രാഹ്മണർ ഇവിടെ വന്ന് താമസിച്ചവരാണ്. അപ്പം അവരൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലേ, കഥാപാത്രങ്ങളായിട്ട് ഉൾപ്പെടുന്നുണ്ട്. അത് അന്നത്തെ സമുദായ സൗഹാർദ്ദത്തിൻ്റെ തെളിവാണ് അല്ലേ, മതസൗഹാർദ്ദത്തിൻ്റെ തെളിവാണത്. ഹൈന്ദവ ആചാരപ്രകാരമാണിത് നടക്കുന്നതെങ്കിലും ക്രിസ്ത്യനും മുസ്ലിമും അതേപോലെ തമിഴ് ബ്രാഹ്മണനൊക്കെ ഇതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ അക്കാലത്ത് അല്ലേ മതസൗഹാർദ്ദം, എല്ലാ മതങ്ങളും തുല്യരായി കണക്കാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി പിൻപാട്ടുകാർ പാട്ട് പാടുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ പാട്ടിൽ കുരുവി മുതൽ വേദാന്തം വരെയുള്ള വിഷയങ്ങളുണ്ടാവും. പടയണിയുടെ പാട്ടിൽ കുരുവി, ചെറിയ കിളികൾ മുതൽ വേദാന്തം വരെയുള്ള വിഷയങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത്. ഇനിയുമെങ്കിൽ കേട്ടുകൊണ്ടാലും പണ്ടൊരു കാലം കുരുവി ചെയ്തൊരു സദൃശമെപ്പേരും എന്ന് തുടങ്ങുന്ന പാട്ടിൽ മഴക്കാലത്ത് വള്ളത്തിൽ കുരുവി ഇട്ടിരുന്ന മുട്ടകൾ എടുത്തുപോയ കടലിനോട് തള്ളക്കുരുവി കലമ്പുന്നതാണ് കഥ. പടയണി എന്ന കലാരൂപത്തിലെ ഒരു പാട്ടാണ്. പാട്ടിൻ്റെ വരികളാണ്: ഇനിയുമെങ്കിൽ കേട്ടുകൊണ്ടാലും പണ്ടൊരു കാലം കുരുവി ചെയ്തൊരു സദൃശമെപ്പേരും. അതായത് നിങ്ങൾ ഇനിയും ഒരു കഥ കേൾക്കൂ. നേരത്തെ കുറേ കഥ പറഞ്ഞതിൻ്റെ ഇടയിലാവാൻ പറയുന്നില്ലേ, ഇനിയുമെങ്കിൽ കേട്ടുകൊണ്ടാലോ, ഇനിയും നിങ്ങളൊരു കഥ കേൾക്കൂ. പണ്ടൊരു കാലത്ത് കുരുവി ചെയ്ത സദൃശമെപ്പേരും. സദൃശം എന്ന് പറഞ്ഞാൽ സമാനമായത്. നേരത്തെ എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ടാകും, അതിന് സമാനമായ മറ്റൊരു കഥ നിങ്ങൾ കേൾക്കൂ അല്ലേ, കുരുവിയുടെ കഥ. എന്താണ് കുരുവിയുടെ കഥ? കുരുവി മഴക്കാലത്ത് ഒരു വള്ളത്തിൽ മുട്ടയിട്ടു. ഈ വള്ളത്തിൽ നിന്നും മുട്ട ആരെടുത്തുകൊണ്ട് പോയി? കടലെടുത്തുകൊണ്ട് പോയി. അതിന് തള്ളക്കുരുവി കലമ്പുന്നതാണ് കഥ. കലമ്പുക എന്ന് പറഞ്ഞാൽ കോപിക്കുക എന്നർത്ഥം. കടലിനോട് കോപിക്കുകയാണ് ആര്? കിളി. അപ്പം അതൊക്കെയാണ് ഈ പാട്ടിലെ കഥകൾ. ഗരുഡനെ പോലെ പ്രമാണിമാർ തൻ്റെ വർഗത്തിലുമുണ്ടെന്നും മര്യാദയ്ക്ക് മുട്ടകൾ തിരിച്ചു തരണമെന്നുമാണ് കുരുവി കടലിനോട് ആവശ്യപ്പെടുന്നത്. കുരുവി പറയാണ് അല്ലേ, ഗരുഡനെ പോലുള്ള പ്രമാണിമാരുള്ള വർഗത്തിൽപ്പെട്ടവനാണ് ആര്? ഞാൻ എന്ന് കുരുവി പറയുന്നു അല്ലേ. ഞാൻ ചെറുതാണെങ്കിലും എന്നേക്കാൾ പ്രമാണിമാരായ ആളുകൾ എൻ്റെ വർഗത്തിൽ ഉണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് മുട്ടകൾ ഇങ്ങോട്ട് തിരിച്ചു തരണം എന്ന് കടലിനോട് കുരുവി ആവശ്യപ്പെടുകയാണ്. അതാണ് പടയണിയിലെ ഒരു പാട്ട് അല്ലേ, പാട്ടിലെ വരിയുടെ അർത്ഥം. ഇനി മറ്റൊരു പാട്ട് അഗ്നിയെപ്പറ്റിയാണ്. അഗ്നിയെപ്പറ്റിയുള്ള പാട്ട് വേദാന്തം പഠിപ്പിക്കുന്നത് 51 അക്ഷരമാടുന്നോരഗ്നി എന്ന മട്ടിൽ തീയിലും വെള്ളത്തിലും കെടാത്ത അഗ്നിയുടെ മഹത്വം പാടിക്കൊണ്ടാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ തീ അല്ലേ, തീയുടെ മഹത്വം പാടുന്ന പാട്ടുകളാണ് പിന്നെ വേറെയുള്ളത്. അതായത് തീയിലും വെള്ളത്തിലും കെടാത്ത അഗ്നിയുടെ മഹത്വം, അതാണ് വാഴ്ത്തിപ്പാടുന്നത്. മാടനും മറുതയും ഒരുപാട് അന്തരാള യക്ഷിമാരും പടയണിയിലുണ്ട്. ഈ പടയണി ഓരോന്നും ഓരോ വീട്ടുകാരുടെ നേർച്ചയാണ്. പോകുന്നേൻ പോകുന്നേനോ ഞാനോ ഞാൻ പോകുന്നേൻ, പേരാറ്റിൻ പെരുമണലേലോ ഞാനോ ഞാൻ പോകുന്നേ, എന്നിണങ്ങർ തോഴിമാരെ ഞാനോ ഞാൻ പോകുന്നേ, മയിലിളമേ കുയിലിളമേ ഞാനോ ഞാൻ പോകുന്നേ, ഞാൻ വളർത്തിയ കുട്ടക്കോഴി ഞാനോ ഞാൻ പോകുന്നേ, ഇട്ടുകളഞ്ഞു പോവതിനുണ്ടേ ഉള്ളിലുണ്ടൊരു ഖേദമേ, പേരാറ്റിൻ പെരുമണലേലോ ഞാനോ ഞാൻ പോകുന്നേ, പേരാറ്റിൻ പെരുമണലേലോ തേരല്ലോ കാണുന്നു, തേരിന്മേലേറിയിങ്ങ് പോരെൻ്റെ സുന്ദരയക്ഷി. ഇതൊരു പടയണിപ്പാട്ടാണ്. പോകുന്നേൻ എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് തുടങ്ങുന്നത് അല്ലേ. ഇതിൽ മയിലിനെക്കുറിച്ചും കുയിലിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ, കോഴിയെക്കുറിച്ച് പറയുന്നുണ്ട്, പേരാറിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പാട്ടിൽ പേരാറിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അല്ലേ. പേരാറെന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരദേശിയുടെ പേച്ചിൽ എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ
പേജിൽ വയനാട്ടിലെ പക്ഷിപാതാളം മുതലുള്ള സ്ഥലപ്പേരുകൾ ഉണ്ട്. വയനാട് ജില്ലയിലെ പക്ഷി നിരീക്ഷണ കേന്ദ്രമാണ് പക്ഷിപാതാളം. കർണാടകത്തിൻ്റെ അതിർത്തിയോട് തൊട്ടടുത്താണ് ഈ സ്ഥലം. ഓതറ, കടമ്മനിട്ട, എഴുമറ്റൂർ, ചെങ്ങന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇന്ന് പടയണി ഉള്ളത്. മണ്ണും മനുഷ്യരും ദൈവങ്ങളും ഇടകലർന്ന അനവധി ദിനങ്ങൾ കൊണ്ട് കളിച്ചു തീരുന്ന ഒരു നാടോടി നാടകമാണ് പടയണി. കോലം വരയ്ക്കുന്നതിനും തുള്ളുന്നതിനും പ്രത്യേകം ജാതിക്കൊയ്മയില്ല. പത്തനംതിട്ട ജില്ലയിലെ ഒരു ഗ്രാമമാണ് ഓതറ. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ ഗ്രാമങ്ങൾ തന്നെയാണ് കടമ്മനിട്ട, എഴുമറ്റൂർ എന്നിവ. ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ലയിലെ ഒരു പട്ടണമാണ്. ഇവിടെയൊക്കെ ഇപ്പോഴും പടയണി എന്ന കലാരൂപം കൊണ്ടാടാറുണ്ട്. കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ണും മനുഷ്യരും ദൈവങ്ങളൊക്കെ ഇടകലർന്ന ഒരു നാടോടി നാടകം തന്നെയാണ് പടയണി. പിന്നെ കോലം വരയ്ക്കുക, തുള്ളുക, അതിന് പ്രത്യേകം ജാതി കോയ്മയൊന്നുമില്ല. അതായത് നമ്മുടെ മിക്ക കലാരൂപങ്ങളും ജാതിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നടന്നു വരാറുള്ളത്. പക്ഷേ ഈ വേഷം കെട്ടുന്നതിന് ഇന്ന ജാതി എന്നുള്ള നിബന്ധനയില്ല. ഇതുപോലെ ദൈവത്താർ പോലുള്ള തെയ്യവും, മുടിയേറ്റ്, പേച്ച്, കാളിയൂട്ട് എന്നിങ്ങനെ പല പേരുകളിൽ അരങ്ങേറുന്ന മുടിയേറ്റും അനുഷ്ഠാന നാടകങ്ങളാണ്. കാക്കാരിശി നാടോടി നാടകമാണെങ്കിലും അമ്പലത്തിൽ വേണമെന്ന നിർബന്ധമില്ല. ലോകപ്രശസ്ത നാടക പ്രവർത്തകരായ ഗ്രോട്ടോവ്സ്കി, ബാർബ, പീറ്റർ ബ്രൂക്ക് എന്നിവരുടെ ശ്രദ്ധയിൽ ഇവ പെട്ടിട്ടുണ്ട്. ദൈവത്താർ പോലുള്ള തെയ്യവും, ദൈവം എന്നതിൽ നിന്നാണ് തെയ്യം എന്ന നാമം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ പേര് ഉണ്ടായിട്ടുള്ളത്. തെയ്യം ഒരു ക്ഷേത്രങ്ങളിൽ കൊണ്ടാടുന്ന കലയാണ്. മുടിയേറ്റ്, പേച്ച്, കാളിയൂട്ട് എന്നിങ്ങനെ പല പേരുകളിൽ അരങ്ങേറുന്ന മുടിയേറ്റും തെയ്യവും മുടിയേറ്റും അനുഷ്ഠാന നാടകങ്ങളാണ്. അതായത് ക്ഷേത്രങ്ങളിൽ അനുഷ്ഠിക്കുന്ന നാടകങ്ങളാണ്. എന്നാൽ കാക്കാരിശി നാടോടി നാടകമാണെങ്കിലും അമ്പലത്തിൽ വേണമെന്നുള്ള നിർബന്ധമില്ല. ലോകപ്രശസ്ത നാടക പ്രവർത്തകരായ ഗ്രോട്ടോവിസ്കി കാളിദാസൻ്റെ ശാകുന്തളമടക്കം നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്ത പോളിഷ് സംവിധായകനാണ്. അതുപോലെ ബാർബ, ഇറ്റാലിയൻ എഴുത്തുകാരനും നാടക സംവിധായകനൊക്കെയാണ് ബാർബ. പീറ്റർ ബ്രൂക്ക്, ഇംഗ്ലീഷ് നാടക സിനിമാ സംവിധായകനാണ് പീറ്റർ ബ്രൂക്ക്. ഇവരുടെയൊക്കെ ശ്രദ്ധയിൽ ഈ തെയ്യം, മുടിയേറ്റ് പോലുള്ള കലാരൂപങ്ങൾ പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മുടെ കേരളത്തിലുള്ള ഇത്തരം നാടോടി നാടകങ്ങൾ, അനുഷ്ഠാന നാടകങ്ങളൊക്കെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. പടയണി എന്ന കലാരൂപത്തെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ? ഇനി പാഠഭാഗം 1-2 തവണ നന്നായി വായിക്കുക.